നാസയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ചരിത്ര നിമിഷം സൃഷ്ടിച്ച് ലൂസി. ഡൊണാൾഡ് ജോഹൻസൺ എന്ന ചിഹ്നഗ്രഹത്തിന് സമീപത്തുകൂടി സഞ്ചരിച്ചാണ് ലൂസി നിർണായക നേട്ടം കരസ്ഥമാക്കിയത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ നിലനിൽക്കുന്ന പ്രധാന ചിഹ്നഗ്രഹ വലയത്തിൽപ്പെട്ട കാർബൺ സമ്പുഷ്ടമായ ഏകദേശം 4 കിലോമീറ്റർ വ്യാസമുള്ള ഈ ചെറു ചിഹ്നഗ്രഹത്തിന്റെ അരികിൽ മണിക്കൂറിൽ 48,000 കിലോമീറ്റർ വേഗതയിൽ ലൂസി എത്തിയപ്പോൾ അത് ബഹിരാകാശ സംഭാവനയ്ക്ക് നൽകുന്ന ചരിത്ര നിമിഷമാവുകയായിരുന്നു. ചിഹ്നഗ്രഹത്തിന് ഏകദേശം 960 കിലോമീറ്റർ അടുത്തുകൂടിയാണ് ലൂസി പറന്നത്. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കൂട്ടിയിടിയെ തുടർന്ന് ഒരു വലിയ മാതൃശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയതായിരിക്കാം ഇതെന്നാണ് പ്രധാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ 250 മണിക്കൂറിലും ഭ്രമിച്ച് ഓരോ 10 ദിവസത്തിലും പ്രകാശിച്ച് മങ്ങിമറയുന്ന ഈ നീളമുള്ള ആകൃതിയുള്ള പാറക്കഷ്ണം സൗരമണ്ഡലത്തിലെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. ഏറ്റവും അടുത്തെത്തുന്നതിന് മുൻപ് ഏകദേശം 30 മിനിറ്റ് മുമ്പ് തന്നെ ലൂസി അതിന്റെ ടെർമിനൽ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഡൊണാൾഡ് ജോഹൻസണിലേക്ക് സ്വയം ലോക്ക് ചെയ്തിരുന്നു. ഇത് പറക്കലിലുടനീളം ഭ്രമണം ചെയ്യാനും ചിഹ്നഗ്രഹത്തെ കാഴ്ചയിൽ നിലനിർത്താനും ലൂസി അനുവദിച്ചു. ചിഹ്നഗ്രഹത്തെ കടന്നുപോയ ശേഷം ബഹിരാകാശ പേടകം അതിന്റെ സോളാർ സംവിധാനത്തെ സൂര്യനിലേക്ക് പുനഃക്രമീകരിക്കുകയും ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഭൂമിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 12 വർഷത്തെ ദൗത്യത്തിൽ ഇതൊരു നാഴികക്കല്ലായി മാറിയപ്പോൾ ആകാശഗംഗയിലേക്കുള്ള മനുഷ്യന്റെ തിരച്ചിലിന് ലൂസി നിർണായക പങ്കാണ് ഇപ്പോൾ വഹിച്ചിട്ടുള്ളത്.